ഫോർ ദാറ്റ്. അവന് നിഷിദ്ധമല്ല ഇതൊന്നും ആലോചിക്കണം. അവൻ വളർന്നതൊരു ഹീബ്രു ആയിട്ടൊന്നും അല്ല. അവൻ വളർന്നത് ആരായിട്ടാണ്? ഈജിപ്ഷ്യനായിട്ടാണ് വളർന്നത്. അവന് ഒന്നും നിഷിദ്ധമല്ലായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞല്ലോ, ഞാൻ ചൂസ് ചെയ്യുന്നത് എന്താണ്? എന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് എന്താണ്? ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ്, അതൊരു സൈഡിൽ. അവൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണി. അവൻ ഇതെല്ലാം ഒരു പ്രതിഫലം നോക്കിയതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ലൂസ് സംതിങ്, ആൻഡ് ഇഫ് ഐ ചൂസ് ടു ബി വിത്ത് മൈ ബ്രദറൻ, then certainly I am going to get something as a reward in future. What is that? In fact, ലോകത്തിൽ അന്നുള്ള ഒരു കാര്യവും ഇതിന് പകരമൊന്നുമല്ല. കാര്യം അന്നത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഈജിപ്റ്റാണ്. ആ രാഷ്ട്രത്തിന്റെ തലവനാകാൻ, ഫാറോ ആകാനുള്ള കാര്യം അവൻ നിഷേധിക്കണമെങ്കിൽ അതിനപ്പുറത്ത് അവൻ എന്താ കണ്ടത്? ഇറ്റ് ഈസ് നെവർ സംതിങ് മെറ്റീരിയൽ, നെവർ സംതിങ് മെറ്റീരിയൽ. അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ, താഴെ പറയുന്നത് അവിടുത്തെ ഒരു ബുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അടുത്തായിട്ട് പറയുന്നത് അറിയാമോ? എങ്ങനെ? അടുത്ത വാക്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു. നോർമലി അവൻ എങ്ങനെയും മിസ്രയീമിൽ പിടിച്ചു നിൽക്കാനാണ് നോക്കണ്ടത്, ഇല്ലേ? പുറപ്പാട് ദിവസം 2-16 വാക്യത്തിൽ മിസ്രയീമിനെ കൊന്ന മോശയോട് രാജാവിന് ദേഷ്യമുണ്ടായി അവൻ ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അവൻ രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ, ഭയന്ന് ഓടിപ്പോയെന്നല്ല, ഭയപ്പെടാതെ ഓടിപ്പോയെന്ന്. ഭയപ്പെടാതെ. ശരിക്കും ഒരു ഇമോഷണൽ സെൻസിൽ പെട്ടെന്ന് രാജാവിന് കോപം ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ ഐ എം ക്വൈറ്റ് ഷുവർ ഫാറോയ്ക്ക് ഒരിക്കലും മോശെ വിടണമെന്നുള്ള ആഗ്രഹം ഇല്ല. അവനോട് പക്ഷെ പറഞ്ഞു കാണും, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ബിക്കമിങ് നെക്സ്റ്റ് ഫാറോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, അവര് അടിമകളായ, അവര് എന്നേ അവൻ ഉപയോഗിക്കത്തുള്ളൂ, അവർ അടിമകളായ ആളുകളാണ്, നീ അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല. അവൻ്റെ കൂടെ പോവാണെങ്കിൽ അതിനെ ഓടിച്ചു വിടും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്റെ കൂടെ നിൽക്കണം, നീ മിസ്രയീമ്യർക്ക് വേണ്ടി നിൽക്കണം, അല്ലെങ്കിൽ യു ആർ എൻ ഈജിപ്ഷ്യൻ. അവനോട് പറയുന്നത്, രാജാവ് പറയുന്നത്, യു ആർ എൻ ഈജിപ്ഷ്യൻ, വൈ യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് വൈ യു ആർ ഫേവറിംഗ് ദോസ് ഫെലോസ്, ദോസ് സ്ലേവ്സ്. നീ എന്തിനാ അവിടെ അടുത്ത് പോകുന്നത്? അതുകൊണ്ട് അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ചിലപ്പം പിള്ളേർ അവിടെ നമ്മൾ അപ്പൻ പറയുമല്ലോ, നീ അങ്ങനെ കളിച്ചു നടക്കുകയാണെങ്കിൽ ഇവിടെ ആ പരിപാടി നടക്കത്തില്ല. ഇത്രയൊക്കെ ഉള്ളവരുടെ കാര്യം. അവിടെ രാജാവിന് ഇവനെ ഓടിച്ചു വിടാനുള്ള ആഗ്രഹമല്ല, രാജാവിനെ എങ്ങനെയും അവിടെ പിടിച്ചു നിർത്താനുള്ള ആഗ്രഹമാണ്. പക്ഷെ അവൻ പറഞ്ഞു, വാട്ട് ഓൾ തിങ്സ് യു സേ ഐ ഡോണ്ട് കെയർ, ഐ എം ഗോയിങ്, ഐ എം ലീവിങ്. അവൻ രാജാവിന്റെ കോപം ഭയപ്പെടാതെ, രാജാവിനെ പ്രീണിപ്പിക്കാതെ എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധി, അല്ലേ? പിടിച്ചു നിന്നാൽ അവന് കിട്ടാൻ പോകുന്നത് എന്താണ്? അടുത്ത ഫറവോൻ എന്നുള്ള സ്ഥാനമാണ്. എന്നാൽ ആ ബുദ്ധിയല്ല. ആത്മാവനോട് പറഞ്ഞു, ലീവ് ഈജിപ്റ്റ്. ആത്മാവനോട് പറഞ്ഞു, നീ ഇവിടെ ഈജിപ്തിൽ നിൽക്കണ്ട. ആത്മാവനോട് പറഞ്ഞു, നീ ഫറവോ ആകേണ്ട കാര്യമില്ല. കാര്യം നിനക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം വെച്ചേക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ല, അല്ലെ അവന് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല. വേദപുസ്തകം നമ്മൾ വാക്കുകൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ഇതിനേക്കാൾ വലിയ കാര്യം? അടുത്ത ഫറവോനെ ആകുന്നതിനേക്കാൾ വലിയ കാര്യം എന്താ ഇതിനകത്തിരിക്കുന്നത്? വാട്ട് ഇസ് ഇറ്റ്? അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ അതാ വലുതായിട്ട് കണ്ടത്. അവൻ പറഞ്ഞു, ഫറവോനാകുന്നതിനകത്തൊന്നും ഒരർത്ഥമില്ല. ലോകത്തിന്റെ എല്ലാ ധനങ്ങളും എല്ലാ ജ്ഞാനവും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം, ദാറ്റ് ഇസ് മോർ ദാൻ ഓൾ ദീസ് തിങ്സ്. എന്റെ ദൈവത്തെ ഒരു നോക്ക് കാണാൻ കഴിയുന്നത് എനിക്കിതിനേക്കാളെല്ലാം വലുതാണ്. He obeyed the invisible God in faith. In spirit he saw the invisible God. അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടു. പ്രിയമുള്ളവരെ, അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും മിസ്രയീമിലെ ധനത്തിന് പുറകെ പോകത്തില്ല. അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും മിസ്രയീമിലെ രാജാവാകുവാൻ ഇഷ്ടപ്പെടത്തില്ല. അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തെ കളയത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പറയാൻ പോകുന്നത്? വി ഹാവ് നെവർ സീൻ ദി ഇൻവിസിബിൾ ഗാഡ് ആൻഡ് വി ക്ലെയിം ദാറ്റ് വി ആർ പീപ്പിൾ ഓഫ് ഗാഡ്, ബട്ട് വി ഹാവ് നെവർ സീൻ ഹിം. പൗലോസ് എന്ത് ചെയ്തു? മോസസ് എന്ത് ചെയ്തു? അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ, രാജാവിന്റെ കോപം ഭയപ്പെടാതെ അവൻ പറഞ്ഞു, നോ, ഐ നെവർ വാണ്ട് ടു ലിവ് ഇൻ ദിസ് പാലസ്, ഐ എം ലിവിംഗ് ഇൻ ഇറ്റ് because the invisible God calls me. I have a reward before me. എന്റെ മുന്നിൽ ഒരു വലിയ പ്രതിഫലമുണ്ട്. ഇതാർക്കും മനസ്സിലാകത്തില്ല. അതല്ല ബുദ്ധി. പ്രിയമുള്ളവരെ, ആത്മാവ് ബുദ്ധിയുടെ നേരെ വിപരീത ദിശയിലാണ് പ്രവർത്തിക്കുന്നത്. ആത്മാവിനെ അനുസരിക്കുന്നു ചെയ്യുന്ന ഒരു കാര്യവും ബുദ്ധിയുള്ളതായിട്ട് ലോകത്തിന് തോന്നത്തില്ല. നമുക്ക് പെന്തിക്കോസുകാരന് തോന്നത്തില്ല. അവൻ പറയുന്നത് ബുദ്ധിയോട് കാണിക്കില്ല ബ്രദറെ, എപ്പോഴും പറയുന്ന കാര്യം. ബ്രദറെ, നമ്മളിതൊക്കെ ആണെങ്കിലും പാമ്പിനെ പോലെ ബുദ്ധിയും, മറ്റേ പറയത്തില്ല, പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്നുള്ളത്, അല്ലേ?
വേദത്തിൽ പറയുന്നത് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ തുടങ്ങുന്നത് എവിടുന്ന? പാമ്പിനെ പോലെ ബുദ്ധി. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്നറിയാമോ? പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയില്ലാതെ പാമ്പിനെ പോലെ ഉള്ള ബുദ്ധി ഉപയോഗിക്കുന്നതാണ്. പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയില്ലെങ്കിൽ പാമ്പിനെ പോലുള്ള ബുദ്ധി ഭയങ്കര അപകടമാണ്. നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം അതാണ്. നമുക്കിന്ന് എല്ലാവർക്കും എന്തുണ്ട്? പാമ്പിനെ പോലെ ബുദ്ധിയുണ്ട്. പക്ഷെ പ്രാവിന്റെ നിഷ്കളങ്കത എവിടെയോ കളഞ്ഞുപോയി. ആന്റിനോ, നമ്മളിന്ന് ബുദ്ധിയാണ് അന്വേഷിക്കുന്നത്, ബുദ്ധി. എന്നാൽ മോശ പറഞ്ഞു, മിസ്രൈമിലെ സകല ജ്ഞാനത്തെക്കാൾ എനിക്ക് വലുത് എന്താണ്? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ്. ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ നയിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ കൺട്രോളിലാണ് അവൻ നടക്കുന്നത്. അവൻ 80-ാമത്തെ വയസ്സിലല്ല ദൈവത്തെ കാണുന്നത്. അവൻ ദൈവത്തിന്റെ ആ ആത്മാവ്, അവൻ ദിവ്യ സൗന്ദര്യമുള്ളവനായി സൃഷ്ടിച്ചവന്റെ ആത്മാവ് എല്ലാ ദിവസങ്ങളിലും അവനോട് സംവാദിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിനെ അവനെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞു വിടുന്നത്, മരുഭൂമിയിലേക്ക് അവനെ ഓടിച്ചു വിട്ടത്, ദൈവം അവനെ തന്റെ ജനത്തിന്റെ രക്ഷാനായകനാക്കാൻ ഒരുക്കുകയാണ്. അവൻ മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ താമസിച്ച് ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവിന് ഇസ്രായേൽ ജനത്തെ ഒരു മിസ്രൈമ്യ നിലയിൽ കൊണ്ടുപോകാനല്ലായിരുന്നു അവന്റെ ആഗ്രഹം. നമ്മളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ. നമ്മളൊക്കെ ചിന്തിക്കുന്നറിയാമോ? എന്തോ ഒരു പോസിബിലിറ്റി ആയിരുന്നല്ലേ, ദൈവം അതെല്ലാം കളഞ്ഞു വിളിച്ചത് നമ്മൾ പറയുന്നത്. കാരണം മിസ്രൈമിലെ അടുത്ത ഫറോ ഇവനായി കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നേന്? എബ്രായരെല്ലാവരും എന്താ രാജകീയ ജനമാകത്തില്ലായിരുന്നോ? എന്തിനാ ഇതിനിടയ്ക്ക് പഠിക്കൊണ്ട കലമുടയ്ക്കുന്നത് പോലെ എന്താ ഇവൻ രാജാവാകാൻ ഫറോ ആകാൻ ഏകദേശം അടുത്ത് വന്നപ്പോൾ ദേണ്ട ദൈവം പറയാണ്, ഈജിപ്റ്റ് വിട്ടേച്ച് മരുഭൂമിയിലോട്ട് പോക്കോളാം. ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ ബുദ്ധി അല്ല ദൈവത്തിന്റെ ബുദ്ധി, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ ആത്മാവല്ല ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു, എനിക്കിതിനെ ഒരുക്കാനുണ്ട്, എനിക്കിതിനെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. കാരണം നീ അവരുടെ രക്ഷാനായകനാകാൻ ഇപ്പോൾ നീ ഫിറ്റല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്നെ എനിക്ക് ഒരുക്കണം. പിന്നെയുള്ള 40 വർഷം ദൈവത്തിന്റെ ആത്മാവനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒന്നാമത്തെ ആവശ്യം എന്നറിയാമോ? അവന്റെ മിസ്രൈമ്യത്വം എല്ലാം കളഞ്ഞാലേ പറ്റത്തുള്ളായിരുന്നു. അവന്റെ ഈജിപ്ഷ്യൻ മൈൻഡ്, ഈജിപ്ഷ്യൻ ചിന്ത, ഈജിപ്ഷ്യൻ അപ്പിയറൻസ്, ഈജിപ്ഷ്യൻ ഹൃദയം, ഇതെല്ലാം കളഞ്ഞാലേ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കുന്ന ലോകപ്രകാരം നല്ല ബുദ്ധിയുള്ളവരെയും അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ടാക്ടിക്സ് അറിയാവുന്നവനെയും തന്ത്രങ്ങൾ അറിയാവുന്നവനെയും ഡിപ്ലോമാറ്റിക് ഉള്ളവനെയും ഒക്കെ വിളിച്ച് ഈ സുവിശേഷകരെ അംഗീകരിപ്പിച്ചായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ സുവിശേഷീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ എല്ലാം ചർച്ച് ഗ്രോത്ത്, ഇന്റർനാഷണൽ ചർച്ച് ഗ്രോത്ത് മിനിസ്ട്രിയും ചർച്ച് ഗ്രോത്ത് കോൺഫറൻസും ചർച്ച് ഗ്രോത്ത് സ്ട്രാറ്റജീസും എല്ലാം കൂടെ വെക്കുക. ഒന്നും നടക്കുന്നില്ലെന്നുള്ളത്. എല്ലാവരും മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇവൻ ഒരൊറ്റ പോയി ഒരു മീൻ പിടിക്കത്തില്ല. എന്താണ്? അതിനെക്കുറിച്ച് സെമിനാർ നടത്തുന്നു, അതിനെക്കുറിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് എങ്ങനെയാണ് ഫിഷിങ്ങിനെ കുറിച്ചുള്ള നെറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള സ്പെഷ്യൽ ഡിസ്കഷൻസ് നടത്തുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ആരും മീൻ പിടിക്കാൻ ഇറങ്ങി വരുന്നില്ല, അല്ലേ? കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കതും മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. ഈ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചുള്ള ഏത് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കൂ, സ്ട്രാറ്റജീസ് വായിച്ചു നോക്കൂ, ഇതെല്ലാം ഇവിടുത്തെ എന്താണ് പക്കാ മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മളെല്ലാവരും അതിനകത്ത് കാണുന്നത്. ദൈവിക പാതയൊന്നുമല്ല കാണുന്നത്. കർത്താവ് പറഞ്ഞതെന്നറിയാമോ? നീ മിസ്രൈമിലെ സകല ജ്ഞാനം അഭ്യസിച്ചെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടത് ഇതൊന്നും ഇല്ലാതെയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇസ്രായേലിയനാകണം. നീ ഒന്നാമത് നീ എന്ത് ചെയ്യണം? നീ ഇസ്രായേലിനാണ്. നീ മിസ്രൈമിലായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നോക്ക്, ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകം ഒന്ന് ആലോചിക്കുക. നമ്മളൊക്കെ ചിന്തിക്കുന്നത് അറിയാമോ? ദൈവമേ, മോശയെപ്പോലെ ഇത്രയും ബുദ്ധിയും ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ഈസി ആയിരുന്നു, ഇല്ലേ? പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല, എനിക്ക് ഈ ബുദ്ധിയൊക്കെ ഒന്ന് ഒഴിച്ചു കിട്ടിയാൽ മതി. വാട്ട് ഓൾ തിങ്സ് യു ലേൺ ഇൻ ഈജിപ്റ്റ്, ഐ വാണ്ട് ടു സീ ദാറ്റ് യു ആർ അൺലേണിംഗ് ഓൾ ദോസ് തിങ്സ്. നീ എന്തൊക്കെ കാര്യങ്ങൾ ഈജിപ്തിൽ വെച്ച് പഠിച്ചോ അതെല്ലാം അൺലേൺ ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ടു സീ ദാറ്റ് യു ആർ എംപ്റ്റിയിങ് യുവർസെൽഫ്. നിന്നെ തന്നെ ഒഴിക്കുന്നത് എനിക്ക് കാണണം. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മളെ ലോകത്തിന്റെ തത്വങ്ങൾ പഠിപ്പിക്കുകയല്ല, നാം പഠിച്ച ലോകത്തിന്റെ തത്വങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മളെ ഒഴിക്കാനായിട്ടാണ്. മോസസ് ലിവ്ഡ് ഇൻ ഈജിപ്റ്റ് ഫോർ 40 years. അവൻ മിസ്രൈമിലെ സകല ജ്ഞാനം അഭ്യസിച്ചു. ഹി വാസ് ഗുഡ് ഇൻ എവറിഥിങ്. ഹി വാസ് ഗുഡ് ഇൻ ഫൈറ്റിംഗ്. അല്ലേ? വാസ് വെരി ഗുഡ് ഇൻ ഫൈറ്റിംഗ്. അതിനകത്ത് പറയുന്നത് ഒരു റെബനിക് സ്റ്റോറീസ് വായിച്ച വലിയ രസമാണ്. റെബനിക് സ്റ്റോറി പറയുന്ന ഒരു സ്റ്റോറി പറയുന്നത് അറിയാമോ? ഇവൻ ഈ മിസ്രൈമിനെ ഇടിച്ച് മണലിൽ മറവ് ചെയ്തെന്ന് പറയുന്നത് ഒറ്റ അടിക്ക് ഇവൻ അങ്ങ് താണുപോയെന്നാണ് പറയുന്നത്. മണലിനകത്തോട്ട് ഇവനങ്ങ് താണുപോയി. അത്രയ്ക്കും നല്ല ഫൈറ്റർ ആയിരുന്നു ആര്?
മോശം. അത്രയ്ക്ക് നല്ല ഫൈറ്ററായിരുന്നു അല്ലേ? ഡിപ്ലോമസി അവനെ ഉപയോഗിച്ചു. പക്ഷേ ഇസ്രായേലിന്റെ അടുത്ത് ഒന്നും നടന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്നാലും അവൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം ചെന്ന് മോനെ എടാ മക്കളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു നീ വേറെ പണി നോക്ക് എന്ന് പറഞ്ഞു. അയ്യോ ഇവനേക്കാൾ പഠിച്ചവനാണ് അപ്പുറത്തിരിക്കുന്നു അല്ലേ? ബട്ട് സ്റ്റിൽ ഹി ന്യൂ ഓൾ ദ നോളജ്. ഹി acquired all the knowledge of Egypt. എല്ലാ ജ്ഞാനവും അവൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവൻ ചെയ്തു. അപ്പോൾ ഇവന്റെ മനസ്സിൽ തന്നെ ഇവൻ ചിന്തിച്ചു എന്താണെന്നറിയാമോ? നമ്മള് സ്റ്റെഫാനസ് പറയുന്നത് എന്താണ്? താൻ മുഖാന്തരം തന്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടുത്തുമെന്നുള്ളത് അവർ ഗ്രഹിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ അവര് ഗ്രഹിച്ചില്ല ഇല്ലേ? അപ്പോൾ തന്റെ കൈകളാണ് അല്ലെങ്കിൽ താനാണ് തന്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടുത്തുന്നത് അവൻ അറിയാമായിരുന്നു. ഇത് മറ്റൊരു ഗ്രഹിക്കുമെന്നാണ് ഇവൻ ചിന്തിച്ചത്. അവൻ ചിന്തിച്ചത് ഈ മിസ്രയീമിന്റെ ജ്ഞാനവും മിസ്രയീമിന്റെ ശക്തിയും അവന്റെ മസിൽ പവറും അവന്റെ ബ്രെയിൻ പവറും അവന്റെ സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം കൂടി ഉപയോഗിച്ച് ഇസ്രായേലിന് രക്ഷ വരുത്തുമെന്ന് അവർ ചിന്തിക്കുമെന്ന് ഇവൻ പ്രതീക്ഷിച്ചു. ഇവന്റെ പ്രതീക്ഷ അതായിരുന്നു. ഇവൻ ചിന്തിച്ചത് ശരിയാണ്, ദൈവം എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവാത്മാവ് എപ്പോഴും പറയുന്നുണ്ട് എന്താണ് തെരഞ്ഞെടുക്കുക? എന്നെ അല്ലാതെ പിന്നെ ആരെ തെരഞ്ഞെടുക്കാന്? ഈ മിസ്രയീമിനെ കൊണ്ട് ഈ ഇസ്രായേലിനെ കൊണ്ട് എബ്രാഹിനെ കൊണ്ട് വല്ലതും പറ്റും? ഈ അടിമകളായിട്ട് ഇത്രയും 400 വർഷം ഇവന്മാരിങ്ങനെ കഷ്ടപ്പെട്ടതല്ലേ? ഇവന്മാരുടെ ബുദ്ധിയെല്ലാം ഓൾമോസ്റ്റ് നശിച്ചു പോയി. ഇവന്മാരുടെ ഫിസിക്കൽ പവർ എല്ലാം തീർന്നു പോയി. ഇനിയിപ്പോൾ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് എന്നെ അല്ലാതെ ആരെയാ കിട്ടുന്നത്? ഇതായിരുന്നു ഇവന്റെ മനസ്സിലെ ചിന്ത. അപ്പൊ എനിക്കല്ലാതെ ഫറവോന്റെ അടുത്ത് പോയി 2 വർത്തമാനം പറയാൻ ആരെ കൊണ്ട് പറ്റും? ഇതായിരുന്നു ഇവന്റെ ചിന്ത ഇല്ലേ? അവൻ ഹി വാസ് ഇൻ എവ്രി റെസ്പെക്ട്, എവ്രി വേ ഹി വാസ് എൻ ഈജിപ്ഷ്യൻ, എവ്രി വേ. കാരണം ഇവിടെ നമ്മള് ഇവന്റെ എബിലിറ്റീസ് കൊണ്ട് ഇവൻ രക്ഷപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഹി തോട്ട് ദാറ്റ് ഗോഡ് വുഡ് യൂസ് ഹിസ് എബിലിറ്റീസ്. അവന്റെ കഴിവുകളെ ദൈവം ഉപയോഗിക്കുമെന്നായിരുന്നു അവന്റെ ചിന്ത. പക്ഷെ ദൈവത്തിന് ആവശ്യം നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ ഒഴിവാണ്. ഗോഡ് വാണ്ട് ടു സീ ദാറ്റ് വി ആർ എംപ്റ്റിയിങ് അവർസെൽഫ്. എംപ്റ്റിയിങ്, അങ്ങ് ഒഴിച്ചു കളയുക എന്നുള്ളതായിരുന്നു വാസ്തവത്തിൽ അവന്റെ ഒഴിവാണ് വാസ്തവത്തിൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ യുവർ എബിലിറ്റി, ഈസ് ലുക്കിംഗ് ഫോർ യുവർ അവൈലബിലിറ്റി. ദൈവം ഒരിക്കലും നമ്മുടെ എബിലിറ്റീസ് അല്ല, നമ്മളുടെ അവൈലബിലിറ്റിയാണ്. നമ്മുടെ എബിലിറ്റീസ് പലപ്പോഴും ഒരു ഹിൻഡ്രൻസ് ആണ്. നമ്മുടെ എബിലിറ്റീസ് പലപ്പോഴും ദൈവത്തിന് ഒരു ഹിൻഡ്രൻസ് ആണ്. നാം നമ്മെ തന്നെ ഒഴിക്കാൻ ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്നു. അതിന് പലപ്പോഴും ഈജിപ്റ്റ് വിട്ടു പോകേണ്ടി വരുമെന്നുള്ളത്. ഈജിപ്റ്റ് ഇരുന്നുകൊണ്ട് പലപ്പോഴും ഇത് ഒഴിക്കാനായിട്ട് പറ്റത്തില്ല. ദി എംപ്റ്റിയിങ് ഓഫ് മോസസ് നമ്മളൊന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവൻ മിസ്രയീം വിട്ടിട്ട് മരുഭൂമിയിൽ വന്ന് മരുഭൂമിയിൽ വെച്ച് ഇത്രോവിന്റെ മക്കൾ, അവിടുത്തെ പുരോഹിതന്റെ, മിദ്യാനിലെ പുരോഹിതന്റെ മക്കൾക്ക് അവൻ എന്ത് ചെയ്യുന്നു? വെള്ളം പിടിച്ചു കൊടുക്കുന്നു ഇല്ലേ? നമുക്ക് ആ സ്റ്റോറി അറിയാം. അതിനുശേഷം അവർ വീട്ടിൽ ചെന്ന് അപ്പനോട് സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ഇത്ര നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് അറിയാമോ? അവരെന്താ പറയുന്നത്? ഒരു ഈജിപ്ഷ്യൻ അല്ലേ, ഒരു ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒരു മിസ്രയീമിനെ രക്ഷിച്ചു. അതായത് മോശ ഒരു ഹീബ്രു ആണെന്ന് ഒരിക്കലും അപ്പിയറൻസിനൊന്നും അറിയത്തില്ല. ഹി വാസ് ഈവൻ ദാറ്റ് ടൈം ഹി വാസ് എൻ ഈജിപ്ഷ്യൻ. ഹി വാസ് നെവർ എ ഹീബ്രു അല്ലേ? അവന്റെ മനസ്സും അവന്റെ ചിന്തകളും എല്ലാം അങ്ങനെയായിരുന്നു. ഒരു മിസ്രയീമൻ ഞങ്ങളെ സഹായിച്ചു. എന്നാൽ അവൻ അത് ഒഴിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്നറിയാം. 3-ാമത്തെ 1-ാം വാക്യത്തിൽ മോശ മിദ്യാനിലെ പുരോഹിതനായും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ നീച്ചുകൊണ്ടിരുന്നു. കാര്യം ഒരു ഈജിപ്ഷ്യൻ ഒരിക്കലും ചെയ്യാത്ത പണിയാണ് എന്ത്? ഇടയൻ ആടിനെ എത്തിക്കുക. കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ 46-ാം അധ്യായം 34-ാം വാക്യത്തിൽ ജോസഫ് തന്റെ സഹോദരന്മാർ പറയുന്നുണ്ട്, ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ ഫാറോ ചോദിക്കും നിങ്ങളുടെ ജോലി എന്നാന്ന് പറഞ്ഞേക്കണം, ഞങ്ങൾ ഇടയന്മാരാണെന്ന് പറഞ്ഞാൽ അയ്യോ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ തന്നെ താമസിച്ചു, അതാ നല്ലത് എന്ന് പറയും. കാരണം ഇടയന്മാർ ഈജിപ്ഷ്യന്റെ മനസ്സിൽ, അല്ലെങ്കിൽ മിസ്രൈമ്യർക്ക് ഇടയന്മാർ അബോമിനബിൾ, അറപ്പാണല്ലോ. അപ്പോൾ ഒരു മിസ്രൈമ്യ മനസ്സിൽ, പ്രത്യേകിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച ഒരു മിസ്രൈമ്യന്റെ മനസ്സിൽ ഒരു ഇടയനാവുക എന്നുള്ളത് ഒരിക്കലും വരാത്ത കാര്യമാണ്. പക്ഷെ അവൻ പറഞ്ഞു, എന്റെ ആളുകൾ ആരാണ്? ഇടയന്മാർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇടയെ. അവനെ തന്നെ ഒഴിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത്? അവൻ ഇടയനായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാകുന്നതിന്റെ കാരണം. നമ്മൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹിറ്റ് ആൻഡ് റൺ പരിപാടി കൊണ്ടല്ല, അവർ